ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമുക്കിപ്പോൾ ക്രിസ്മസ് ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിച്ച് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ന്യൂ ഇയർ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇനി നമുക്ക് ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ ഫൈനാൻഷ്യലി നമുക്കിപ്പോൾ എക്സാമ്പിൾ അറിയാം. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലേഷനും അതുപോലെ തന്നെ എല്ലാത്തിനും പ്രൈസ് കൂടുതലും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കൊരു പാസീവ് ഇൻകമിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഓൾറെഡി ഒരു പാസീവ് ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഓൾറെഡി നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പാസീവ് ഇൻകത്തിന് നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തായാലും നിങ്ങൾക്ക് അറിയേണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ ഇൻകം അല്ലാണ്ട് തന്നെ സൈഡായിട്ട് വരുന്ന വേറെ ഇൻകംസുകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻകം സൈഡ് ഇൻകം ഉണ്ടെങ്കിൽ ഉള്ള ഇമ്പോർട്ടൻറ്റ് ബെനിഫിറ്റ്സ് എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ വരുന്ന ഇൻകത്തിൻ്റെ എമൗണ്ട് കൂടും. ഇപ്പോൾ എക്സാമ്പിൾ ഒരാൾക്ക് സാലറീഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് സാലറി ഇൻകം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് പകരം ആൾക്ക് വേറെ സൈഡ് ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നമുക്ക് വരുന്ന ഇൻകത്തിൻ്റെ പെർസെൻറ്റേജ് കൂടല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കാം, ഇഷ്ടമുള്ള സംഭവത്തിന് ഉപയോഗിക്കാം, ഇഷ്ടമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാനൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ കുറേ സൈഡ് ഇൻകം ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ജോബും ചെയ്യുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം ചെറിയ ബിസിനസ് എന്തായാലും നമ്മുടെ ഒരു ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ കുറച്ച് സൈഡ് ഇൻകംസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് സൈഡ് ഇൻകംസിൻ്റെയും ഫുൾ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വരാൻ പോകുന്ന പുതിയ കൊല്ലത്തിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂട്ടാ. 2024 എന്താ വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, നമ്മുടെ ഇന്ത്യയിലത്തെ ഫിനാൻസ് മിനിസ്റ്റർ ഒരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഈ റിസഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു സൈഡ് ഇൻകത്തിന് ഇമ്പോർട്ടൻസ് അപ്പം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അറിയിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ 2-3 കൊല്ലം മുമ്പ് നമ്മുടെ കൊറോണ വന്ന സമയത്തൊക്കെ ഇപ്പോൾ കുറേ പേർക്കൊക്കെ പണി കിട്ടി. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റോ സേവിങ്സോ അതുപോലെ തന്നെ സൈഡ് ഇൻകംസ് ഉള്ളവർക്കൊക്കെ ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. അതുള്ളവർക്ക് ആ സമയത്ത് അറിയേണ്ടതായിരിക്കും. അതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഒരു ഡിഫറൻറ്റ് സംഭവം തന്നെയാണ്. അത് അനുഭവിച്ചാൽ തന്നെ അറിയുള്ളൂ. അപ്പോൾ കുറേ പേര് ലോൺ എടുത്തിട്ടൊക്കെ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. എന്താ വെച്ചാൽ ക്രെഡിറ്റ് കാർഡിൽ പേയ്മെൻറ്റ് ചെയ്യും. എന്താ പറയുക, ഇൻകം വരുമ്പോൾ ഫുൾ പേയ്മെൻറ്റ് ക്യാഷ് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലടക്കാൻ ഉണ്ടാവുള്ളൂ, അതടക്കും. പിന്നെ ഫുള്ള് അടുത്ത സാലറി വരുന്നവരെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ റോളിംഗ് ആണ്. അതല്ലാണ്ട് കുറേ പേര് ഇപ്പോൾ ഒരു ലോൺ എടുത്ത് ഈ ലോൺ അടയ്ക്കാൻ വേണ്ടി അടുത്ത ലോൺ എടുക്കും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് ഇഷ്ടം പോലെ കമൻറ്റ്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സംഭവങ്ങളൊക്കെ വരാറുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരു സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ 2024 ഫൈനാൻഷ്യലി ഫ്രീ ആവാം, ഫൈനാൻഷ്യലി ഒരു പ്ലാനിങ്ങും സംഭവങ്ങളൊക്കെ എടുക്കാം. നമ്മളതിൻ്റെ സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് കാണാൻ മറക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. എന്തായാലും നിങ്ങൾക്ക് അത്യാവശ്യം ചെറുതായിട്ടെങ്കിലും ഹെൽപ്ഫുൾ ആകും വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ ആക്ച്വലി ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്ന കുറച്ച് പാസീവ് ഇൻകത്തിൻ്റെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ പറയാം. പാസീവ് ഇൻകം പറയാം, ആക്റ്റീവ് ഇൻകം പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം 2024 ഏതൊക്കെയാണ് നല്ലത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളൊക്കെ പറയാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനലും കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് കൊടുത്തൊക്കെ മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ അടിക്കുക മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് തന്നെ ഞാൻ ആക്റ്റീവ് ഇൻകത്തിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആക്ച്വലി ജോബ് ചെയ്യുന്ന ഒരു സാലറീഡോ ആണ് ഞാൻ ആക്ച്വലി. അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഫൈനാൻഷ്യൽ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഫൈനാൻസ് മാനേജറായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ടെക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, IT ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, FMCGയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഞാൻ അതിൻ്റെ സബ്ജക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി നമ്മുടെ ചാനൽ കാണുന്നവർക്ക് അറിയാമായിരിക്കും, നമ്മൾ ടെക്കും അതുപോലെ തന്നെ മെയിനായിട്ട് ഫൈനാൻസുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനത് സംസാരിക്കുന്നത്. വെച്ചാൽ നമ്മളതിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അതുപോലെ അതല്ല അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഇൻട്രസ്റ്റ് കൊണ്ട് എക്സ്പീരിയൻസ് ഉള്ളത്, അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് വരുന്നത് സാലറിയാണ്. അപ്പോൾ സാലറി നമുക്ക് വേണമെങ്കിൽ ഒരു ആക്റ്റീവ് ഇൻകമായിട്ട് കൂട്ടാം. അയ്യോ, നമ്മുടെ ബാക്കിൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ ആക്റ്റീവ് ഇൻകമായിട്ട് കൂട്ടാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആക്റ്റീവ് ഇൻകം നമ്മുടെ സാലറി ആയിട്ടുണ്ട്. രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മുടെ പാസീവ് ഇൻകമായിട്ട് വരുന്നത് വേണമെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനൽ കൂട്ടാം. നമുക്ക് 2 യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ രണ്ടൊന്നും അത്യാവശ്യം ഒരു ആവറേജ് സംഭവമൊക്കെ നമുക്ക് ഇൻകം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു പാസീവ് ഇൻകമായിട്ട് കൂട്ടാം. മൂന്നാമത്തേന്ന് പറയുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. നിങ്ങളറിയാം, നമ്മുടെ വീഡിയോയുടെ താഴെയൊക്കെ നമുക്ക് ആമസോണിൻ്റെ ഒക്കെ ലിങ്ക് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ഇപ്പോൾ ആമസോൺ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സുകൾ, അപ്പോൾ നമ്മുടെ ലിങ്ക് കൂടെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ശതമാനം കമ്മീഷൻ കിട്ടും. പക്ഷേ നിങ്ങൾക്ക് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് അതൊരു എക്സ്ട്രാ സംഭവമൊന്നും ആവില്ല. നോർമൽ നിങ്ങൾ ആമസോണിൽ പോയി വാങ്ങിക്കുന്ന പോലെ തന്നെ ഒരു ഡിഫറൻസും ഇല്ല. അതിന് പക്ഷേ നിങ്ങളൊരു 1000 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ചിലപ്പോൾ ഒരു ശതമാനം ഒന്നും ഇപ്പോൾ കിട്ടില്ല.
അതിനെക്കാട്ടും കുറവാണ്. ഭയങ്കര പോയിന്റ്സ് ഭയങ്കര കമ്മീഷനൊക്കെ കുറവാണ്, എന്നാലും അത്രയും കിട്ടുന്നത് മാത്രം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഇൻകം ഇപ്പോൾ കുറേ പേര് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു ഇൻകം നമുക്ക് വരുന്നത് അത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആയിട്ട് വരും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ വേറെ കുറേ സംഭവങ്ങളുണ്ട്. VPN-ൻ്റെ കൊളാബറേഷൻ, നമുക്ക് VPN ലിങ്ക് കൂടെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കമ്മീഷൻ വരും. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കുറേ പേരുടെ വീഡിയോ കണ്ടായിരിക്കും VPN-ൻ്റെ ചെയ്യുമ്പോൾ അവരുടെ ലിങ്ക് താഴെ കൊടുത്തായിരിക്കും. അതുപോലെ അങ്ങനത്തെ കുറേ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെറുതായിട്ട് ഇൻകം വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതും പാസീവ് ഇൻകം ആയിട്ട് തന്നെ വരാം. ഞാൻ ആക്ച്വലി കുറച്ച് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അത്രക്കല്ല, ഞാൻ മിസ്സാവും ചിലപ്പോൾ. പിന്നെ നമുക്ക് നിങ്ങളുടെ ഓൾറെഡി നമ്മളെ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് കണ്ടിരിക്കും എൻ്റർപ്രണർ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ബിസിനസ് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട് സൈഡായിട്ട്. ഫുള്ളായിട്ട് എനിക്ക് ഫുള്ള് വന്നിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുന്നത് ഭയങ്കര റിസ്കി ആയിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ നമ്മൾ ഫുള്ളി നമ്മുടെ ജോബ് ഫുള്ളൊക്കെ കിട്ടിയതിട്ട് ഫുള്ളി ബിസിനസ്സിൽ ചാടിക്കഴിഞ്ഞാൽ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒന്ന് ചെറുതായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ബിസിനസ് നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു എൻ്റെ ഒരു ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഒരു പാസീവ് ഇൻകം ആണ്. പിന്നെ നമുക്ക് വരുന്നത് സ്റ്റോക്ക് മാർക്കറ്റാണ്. ഞാൻ ആക്ച്വലി ട്രേഡിംഗ് സംഭവമൊക്കെ ചെയ്യുന്നുണ്ട്, ഇൻട്രാ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്, നോർമൽ ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ട്രേഡിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് അതൊരു അറിയാം. ഞാൻ ട്രേഡിംഗ് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ ശരിക്കും. ആക്ച്വലി നിങ്ങൾക്ക് അതിൽ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ അറിയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡിങ്ങിന് പോയാൽ മതി, അല്ലെങ്കിൽ ചാൻസസ് ഓഫ് ലൂസിങ് യുവർ മണി ഈസ് വെരി ഹൈ. അപ്പോൾ അത് ഭയങ്കര റിസ്ക് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് എൻ്റെ ഒരു പാസീവ് ഇൻകം തന്നെയാണ്. ഞാനത് റെഗുലറായിട്ട് ചെയ്യുന്നില്ല, പക്ഷേ മന്ത്ലി ഞാൻ ചെയ്യാറുണ്ട്. മന്ത്ലി കുറച്ചൊക്കെ പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അത്യാവശ്യം ഇൻട്രാ ട്രേഡിംഗ് വഴി ഞാൻ അത്യാവശ്യം ഒരു ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം എനിക്ക് മിനിമം ഒരു 3000, 4000, 5000 രൂപയൊക്കെ നമുക്ക് എന്താ പറയുക പ്രോഫിറ്റ് ആയിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സൈഡ് ഇൻകം, ശരിക്കും ഒരു സൈഡ് ഇൻകം എന്ന് പറയാം. നിങ്ങൾക്ക് പറയായിരിക്കും ആ റേഞ്ച് അനുസരിച്ചായിരിക്കുമ്പോൾ അതിനും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റില്ല. പക്ഷേ റിസ്ക് ഭയങ്കര കൂടുതലാണ്. ഇൻട്രാ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെ അറിയായിരിക്കും. നിങ്ങൾ ഒരു ദിവസത്തെ ഒരു 9 മണി തൊട്ട് 3:30 വരെയുള്ള ടൈമിൽ ചെയ്യുന്ന ട്രേഡിംഗ് ആണ്. അപ്പോൾ അത് ആ ഉള്ളിൽ തന്നെ നമ്മൾ തീർക്കും വേണം. അതിൽ തീർത്തില്ലെങ്കിൽ നമുക്ക് ആ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സെൽ ഔട്ട് ചെയ്യും. അപ്പോൾ നമുക്കത് നഷ്ടത്തിലാന്ന് നിൽക്കുന്നത് വെച്ചാൽ പണ്ടാറില്ല നഷ്ടം വരും. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എൻ്റെ ട്രേഡിംഗ് കേട്ടോ. അപ്പോൾ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല, അറിയുന്നവർക്ക് മാത്രം ചെയ്ത അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ചെറിയ എമൗണ്ട് ഒക്കെ ചെയ്ത് നോക്കാം. എന്താ വെച്ചാൽ ഇൻട്രാ ട്രേഡിങ്ങിൻ്റെ ഒരു ഡിഫറൻസ് എന്താ വെച്ചാൽ നമുക്ക് ലിവറേജ് കിട്ടും. അതായത് നിങ്ങളിപ്പോൾ ഒരു 1000 രൂപ ഇട്ടെങ്കിൽ നമുക്ക് 5000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും. അവർ എക്സ്ട്രാ ഒരു 5x റിവാർഡ് പോയിന്റ് ഒക്കെ നമുക്ക് തരും. റിവാർഡ് പോയിന്റ് അല്ല, ക്രെഡിറ്റ് കാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ റിവാർഡ് പോയിന്റ് എന്ന് പറഞ്ഞത് 5x എക്സ്ട്രാ നമുക്ക് തരും, ലിവറേജ് തരും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഡുമണിയും അതുപോലെ തന്നെ ഏഞ്ചൽ വണ്ണാണ്. ഞാൻ വേണമെങ്കിൽ താഴെ ലിങ്ക് കൊടുക്കാം. പിന്നെ നമുക്ക് പാർട്ട് ടൈം ജോബ്സ് നമ്മൾ കുറച്ച് ചെയ്യുന്നുണ്ട്. അത് എഡിറ്റിംഗ് ആയിക്കോട്ടെ, നമ്മുടെ എന്താ പറയുക ടൈപ്പിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചെറുതായിട്ട് നമുക്ക് IT ജോബ്സുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഞാൻ ചെയ്യുന്ന പാർട്ട് ടൈം ജോബുകളുടെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തൊരു പോയി കണ്ടു നോക്കട്ടെ. നമ്മൾ പിന്നെ കുറച്ച് റെഫർ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആഡ് കണ്ടിട്ട് ഉണ്ടാക്കുന്ന പരിപാടി ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ഭയങ്കര പക്ഷേ റിസ്ക് ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാർ കുറേ ആപ്പിൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഭയങ്കര റിസ്ക് ആണ്. നിങ്ങളുടെ ഡാറ്റാസ് ലീക്ക് ആവാനുള്ള ചാൻസ് ഭയങ്കര വേണം. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അതായത് ഈ പ്രത്യേകിച്ച് പ്ലേ സ്റ്റോറിലല്ലാത്തതും കുറേ വെബ്സൈറ്റൊക്കെ ആയിട്ട് കുറേ ആപ്പുകൾ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളുടെ ഡാറ്റാസ് ലീക്ക് ആവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ സൂക്ഷിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക ഒരു യൂറോപ്യൻ UK എന്നുണ്ട്. UK ഒരു ആഡ് ബേസ്ഡ് ഒരു സാധനം തന്നെയാണ്. സ്റ്റാർ ക്ലിക്സ് എന്ന് പറഞ്ഞ പേര് പറയാം. ഞാൻ എൻ്റെ മെയിൻ ഡിവൈസിലൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. എന്നുവെച്ചാൽ അത് ആക്ച്വലി അത്യാവശ്യം റെക്കഗ്നൈസ്ഡ് സംഭവമാണ്. എന്നാലും ഞാൻ എൻ്റെ മെയിൻ ഡിവൈസിലൊന്നും ഉപയോഗിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു സെപ്പറേറ്റ് ഒരു ലാപ്പിലാണ് ഉപയോഗിക്കുന്നത്, മാക്ബുക്കിൽ. അതെൻ്റെ വർക്ക് ലാപ്ടോപ്പാണ്. അപ്പോൾ അതിൽ വലിയൊരു മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒറ്റ ഡീറ്റെയിൽസും സംഭവമൊന്നും ഇല്ല. അപ്പോൾ അതിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ ഡാറ്റ ലീക്ക് ആയത് തന്നെ അതിലൊന്നും ഇല്ല, ലീക്ക് ആവുക. അതുകൊണ്ടാണ് അതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മെയിൻ ഫോണിലോ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലൊന്നും ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കൂടുതൽ ആപ്പുകളൊക്കെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ തന്നെ ഇഷ്ടം പോലെ എന്താ പറയുക മാൾവെയർസ് കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ സൂക്ഷിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ പരസ്യം കണ്ടിട്ട് സുഖമായിട്ട് ചാടിക്കറി ഇൻസ്റ്റാൾ ചെയ്യാൻ നല്ല പണി കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് തന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ ഇതുപോലെ തന്നെ ബെറ്റിങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇങ്ങനത്തെ ആപ്പുകളുടെയൊക്കെ ഇഷ്ടം പോലെ വീഡിയോ എടുക്കാൻ നമുക്ക് എന്താ പറയുക പ്രൊമോഷൻസ് വരുന്നുണ്ട്. ഞാൻ എടുക്കാറില്ല. എന്ന് വെച്ചാൽ ഇതിലെല്ലാത്തിലും ഫ്രോഡ് പരിപാടികളുണ്ട്. 99% എന്തായാലും ഫ്രോഡ് പരിപാടികളുണ്ട്. അപ്പോൾ ചുമ്മാ ഞാൻ ആക്ച്വലി നമ്മുടെ വീഡിയോസ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യലിൻ്റെ വീഡിയോസാണ്. നമ്മളതിൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്, നമ്മളതിൽ സ്പെഷ്യലൈസ്ഡ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ
ആൾ പോയിട്ട് ഇങ്ങനത്തെ സാധനം ഒന്നും റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തല്ല. എനിക്കിപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കിട്ടാൻ ഇങ്ങനത്തെ പ്രൊമോഷൻസ് സംഭവമൊന്നും കിട്ടാനൊന്നുമല്ല, ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതും മിനിമം അവർ പറയുന്നത് 1 ലക്ഷം രൂപയ്ക്കാണ് തരാമെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും അവർക്ക് എത്ര അവിടെ കിട്ടുന്നുണ്ട്. ഞാൻ ബെറ്റിംഗ് ഒന്നും തീരെ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. ബെറ്റിംഗ് ഒന്നാമത് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ബെറ്റിങ്ങിൻ്റെ ആപ്പിൻ്റെ വീഡിയോസ് ഇടുന്നവരൊക്കെ സൂക്ഷിച്ചാലോ എപ്പോൾ വേണമെങ്കിൽ പണി കിട്ടട്ടാ. അതുപോലെ തന്നെ അടുത്തൊരു പാസീവ് ഇൻകമാണ് നമ്മൾ ചെയ്യുന്നത് മ്യൂച്വൽ ഫണ്ടാണ്. മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെയാ വെച്ചാൽ നമുക്കറിയായിരിക്കും, നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇടുമ്പോൾ നമുക്ക് അതിൽ ചെറിയ റിട്ടേൺസ് സംഭവം കാണിക്കും. ചെറുതല്ല, അത്യാവശ്യം ഒരു 15% നമുക്ക് റിട്ടേൺ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിട്ടേൺ മാത്രം അതിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇന്ന് എടുത്തിട്ട് വേണമെങ്കിൽ അത് റീഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ആക്ച്വലി നോർമലി എടുക്കാറില്ല. എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ റിട്ടേൺ കാണിക്കുന്നത് എടുക്കാണ്ടിരിക്കുക, അനക്കാണ്ട് വെക്കിയാൽ നല്ലതെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടൊക്കെ ലോങ് ടേമിനും നല്ല എന്താ പറയുക റിട്ടേൺസ് സംഭവമൊക്കെ തരും. അത് ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മൾ ഏത് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. അങ്ങനെ നോക്കിയിട്ട് വേണം, എല്ലാത്തിലും തരില്ല. അത് കറക്റ്റുള്ള സാധനം നോക്കിയെടുക്കണം കേട്ടോ. റെക്കമെൻഡ് ആയിട്ടുള്ള സാധനം നോക്കിയെടുക്കണം, എന്നാലും കിട്ടുള്ളൂ, അല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഞാൻ ലാസ്റ്റ് ചെയ്യുന്നത് ഒരു 10% നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ ഒക്കെ ഒരു 10% നമ്മൾ ക്രിപ്റ്റോ ഉപയോഗിക്കുന്നുണ്ട്. ക്രിപ്റ്റോ ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിന് ഓൾറെഡി നമ്മളൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പ്രൊമോഷൻ സംഭവമൊന്നുമല്ല. അതിൻ്റെ പേരെന്തായിരുന്നു, മറന്നില്ലോ. നമ്മുടെ ഇക്കണോമിക് ടൈംസ് ഒക്കെ ഇല്ലേ, ഇക്കണോമിക് ടൈംസ് ഗ്രൂപ്പുകാരുടെ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആപ്പ്, അവർ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്, അവർ പാർട്ണറായിട്ടുള്ള ഒരു ആപ്പൊക്കെ തന്നെയാണ്. മഡ്രക്സ് ആണ് പേര് കേട്ടോ. ഞാൻ അതിലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ചുമ്മാ പറയാൻ വിചാരിക്കണ്ട. ഞാൻ അതിൽ തന്നെ നമ്മുടെ ഈ മഡ്രക്സിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിൽ ആക്ച്വലി അത്യാവശ്യം നമ്മൾ ഇതിൽ ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ക്രിപ്റ്റോനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് അത്യാവശ്യം ഡൗൺ ആണ്. ഇനി പക്ഷേ ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ നമുക്ക് കൂടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ എൻ്റെ ഈ ലാപ്പിൽ ഇത് കണ്ടു, ഇപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊരു 10% 10 രൂപ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഡൗൺ ആയിട്ട് കിടക്കുന്ന കേട്ടോ, അത് വേറെ കാര്യം. നിങ്ങൾക്ക് പക്ഷേ ഫെബ്രുവരി ആ ടൈമൊക്കെ ആകുമ്പോൾ കൂടുന്നത്. പക്ഷേ അത് കറക്റ്റ് കോയിൻസിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. അത് വേറെ കാര്യം. കുറേ ഉടായ്പ് എന്താ പറയുക ഉടായ്പ് കോയിൻസൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും കയറി ഇൻവെസ്റ്റ് ചെയ്യരുത്. എന്തൊക്കെയോ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ജിയോയിലത്തെ ഡാറ്റ ആയി മനസ്സിലായി. ഞാൻ ജിയോ ഉപയോഗിക്കാറേ ഇല്ല. നല്ല തല്ലിപ്പൊളി 5G സ്പീഡിന് സാധനമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ അത്യാവശ്യം ഉപയോഗിക്കുന്നത്. ഞാൻ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇതാണ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പം. നമ്മളെന്തായാലും എല്ലാം അപ്പം തന്നെ നമ്മൾക്ക് വീഡിയോ എടുക്കുന്ന ടൈമിൽ നമ്മളധികം എന്താ പറയുക നോട്ട്സും സംഭവമൊന്നും ചെയ്യാറില്ല. നിങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ വർക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. നമ്മൾ പാഷൻ കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നതാണ്. ഇൻസ്റ്റാഗ്രാമും നമ്മൾ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ചെറുതായിട്ട് ഒരു സൈഡ് പാസീവ് ഇൻകം ഒരു ചെറിയ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഇടയ്ക്ക് തന്നെ ബോണസ് സംഭവം ഇൻസ്റ്റാഗ്രാമിൻ്റെ ബോണസ് പരിപാടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇൻസ്റ്റാഗ്രാം നിർത്തി വെച്ചിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പക്ഷേ വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല. ഫേസ്ബുക്കിൽ പിന്നെ ചില സമയത്ത് കിട്ടും, ചില സമയത്താകുമ്പോൾ ഒരു ഉടായ്പാണ്. ഫേസ്ബുക്കിൻ്റെ എന്താ പറയുക സർവീസ് അല്ലെങ്കിൽ കസ്റ്റമർ സർവീസ് ഭയങ്കര ലോക്കലാണ്. നിങ്ങളുടെ പേജ് എങ്ങനെയും ഹാക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഫേസ്ബുക്കൊക്കെ ഹാക്ക് ആവാണ്ടൊക്കെ സൂക്ഷിക്കുക. ഭയങ്കര ലോക്കൽ കസ്റ്റമർ സർവീസ്, ഭയങ്കര ലോക്കലല്ല, ഭയങ്കര ലിമിറ്റഡ് ആണ്. അവന്മാരൊന്നും റെസ്പോണ്ടോ സംഭവം ഒന്നും ചെയ്തു തരില്ല. ഭയങ്കര പോക്കാണ് അവരുടെ കസ്റ്റമർ സർവീസ്. അപ്പോൾ ഫേസ്ബുക്ക് ഞാൻ അങ്ങനെ നോക്കാറില്ല. ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പിന്നെയും പറയാം, രണ്ടൊക്കെ ഒന്നൊക്കെ തന്നെയാണ്. എന്നാലും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാസീവ് ഇൻകം. അത് ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാം. ക്രിപ്റ്റോ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. എന്താ വെച്ചാൽ ക്രിപ്റ്റോ പക്ഷേ അത്യാവശ്യം സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. എന്നാൽ എന്നിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പണി കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ചെറിയ എമൗണ്ടൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് മഡ്രക്സിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 500 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തൊക്കെ തുടങ്ങാൻ പറ്റും കേട്ടോ. ഞാൻ 500 രൂപ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മാസം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ ട്രേഡിംഗ് പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റും അതും അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ചെയ്യാട്ടോ, അല്ലെങ്കിൽ പണി കിട്ടും. പിന്നെ പാർട്ട് ടൈം ജോബ് അത് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ആക്ച്വലി നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാഷ് കറൊക്കെ ഉണ്ടല്ലോ. ക്യാഷ് കറോട് നിങ്ങളിപ്പോൾ ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ അങ്ങനത്തെ കുറേ സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾ പർച്ചേസിങ് ചെയ്യുന്ന സംഭവമൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ക്യാഷ് കറോ ലിങ്ക് ത്രൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു 1% 2% ഒക്കെ നമുക്ക് തിരിച്ച് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അതൊരു ഏണിംഗ് തന്നെയാണല്ലോ. നമ്മൾ എന്തായാലും ആ സാധനം വാങ്ങിക്കുന്നുണ്ട്. അതിനൊരു ചെറിയ ശതമാനം തിരിച്ചിട്ടാണെങ്കിൽ അതൊരു ഏണിംഗ് തന്നെയാണല്ലോ. അത് വേണമെങ്കിൽ ഒരു പാസീവ് ഇൻകം ആയിട്ട് ഉപയോഗിക്കാം. നമ്മൾ പാർട്ട് ടൈം വീഡിയോ ചെയ്തതിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തിലൊരു ചില മാസത്തിൽ 6000 രൂപ കിട്ടിയിട്ടുണ്ട്. ചില കൊല്ലത്തിൽ എനിക്ക് നോക്കുകയാണെങ്കിൽ ഒരു 20-25 ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ചാണ്. അത് ഡിപ്പെൻസ് ആണ്. പിന്നെ അതിൽ കുറേ ഈ ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സുകളൊക്കെ ഉണ്ട്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഡാറ്റ ലീക്സ് വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ചെക്കൗട്ട് ഇതൊക്കെ മറക്കണ്ട. നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണുന്നതായിരിക്കും. ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ക്രെഡിറ്റ് സ്കോർ നോക്കാം, ലോൺസ് നോക്കാം, എന്താ പറയുക ക്രെഡിറ്റ് കാർഡ്സ് നോക്കാം, അങ്ങനെ ഡിഫറെൻറ്റ് സംഭവങ്ങൾ നോക്കാം കേട്ടോ. FD കാർഡ് നോക്കാം.
അപ്പോൾ അത് നമ്മളിപ്പോൾ ഇനി അതിൽ റീസെൻ്റ്ലി നമ്മളിപ്പോൾ നമ്മൾ എന്താ പറയുക റീചാർജും സംഭവങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. എന്നിട്ട് എന്നാലും ആ ആപ്പല്ല സോറി ആ ലിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ വെബ്സൈറ്റാണ്, നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നോക്കാം. അത്യാവശ്യം നിങ്ങൾക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പോ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നോക്കാം കേട്ടോ. എന്താ വെച്ചാൽ ആമസോണിൻ്റെ ലിങ്ക് എടുത്തിട്ടാൽ മതി. നിങ്ങൾക്ക് അതിന് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പാസീവ് ഇൻകംസ് ഒക്കെ കയറ്റി വെക്കാൻ നോക്കുക. പ്രത്യേകിച്ച് 2024 അതായത് പുതിയ കൊല്ലാനുള്ള വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റൂളാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇൻകം കൂട്ടുക. അതാണ് ഏറ്റവും ബെസ്റ്റ് പരിപാടി. ഇൻകം കൂട്ടുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള അതിൻ്റെ കുറച്ച് റൂൾസ് സംഭവമൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും അതിൻ്റെ ഒരു സെപ്പറേറ്റ് പരിപാടി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ 2024 സൂപ്പറായിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ചെയ്തിട്ട് റിച്ച് ആവാം അല്ലെങ്കിൽ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സെപ്പറേറ്റ് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കാണാൻ മറക്കാൻ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അടുത്ത കാണാം. ബൈ.